അപ്പോൾ ഇന്നൊരു വെള്ളിയാഴ്ചയാണ്, ഞമ്മക്ക് ലീവുള്ള ദിവസം. ഞാൻ കുറച്ച് ലേറ്റായിട്ട് തോന്നിയിരിക്കുകയാണ്. ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നേരത്തെ നീക്കണം എന്ന് വിചാരിച്ചിനി, പക്ഷേ കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനൽ തുറന്ന് നോക്കുമ്പോൾ നല്ല വെയിലാണ്. ഞാൻ ആ പുലർച്ചക്കുള്ള വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വെറുതെ വിചാരിച്ചിനി, പക്ഷേ അത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതെങ്കിലും ഇതെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തതാട്ടോ. പിന്നെ ഇതാ നമ്മളെ നേരെ മുന്നിൽ തന്നെ ഒരു ഫ്ലാറ്റിൻ്റെ പണി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ കിടക്കൽ കുറച്ച് ടാസ്ക്കാണ്. കാരണം ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇന്ന് അവിടെ ആരുമില്ല. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഫുൾ പണിക്കാരും നല്ല സൗണ്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇനിയിപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ പണി കഴിയണ വരെ ഈ സൗണ്ട് നമ്മൾ സഹിച്ചേ പറ്റുള്ളൂ. ഇലു നീച്ചിട്ടില്ല കേട്ടോ, ഇലു നല്ല ഉറക്കമാണ്. പിന്നെ അതാ ഈ ടേബിൾമ നിറച്ച് ഇന്നലെ രാത്രി നമ്മൾ 5 റിയാലിൽ പോയിന്. അപ്പോൾ ആ സാധനങ്ങളാണ് ഈ ടേബിളിലൊക്കെ ഉള്ളത്. അപ്പോൾ രാത്രി ലേറ്റായി വന്നുകൊണ്ട് അന്നേരം എടുത്ത് വെച്ചിട്ടില്ല. പിന്നെ ഇന്ന് ഇത് നിങ്ങൾക്കും പാടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുക്കാതെ ആ കവറിൽ അങ്ങനെ തന്നെ വെച്ചതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആ ടേബിൾമെന്നൊന്ന് മാറ്റി വെക്കാം. ഇത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇത് ഒക്കെ കാണിച്ചു തരാം കേട്ടോ, എന്തൊക്കെ സാധനങ്ങളെന്നൊക്കെ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോവാം. രാവിലെ എന്നുവെച്ചാൽ ഫസ്റ്റ് ഞാനൊരു ഗ്ലാസ് വെള്ളം കുടിക്കാം. പിന്നെ 1-2 കാരക്കയും കഴിക്കും. കാരക്ക പിന്നെ ഇപ്പോൾ സ്ഥിരമായതാണ്, ആദ്യമൊന്നും കഴിക്കലില്ലേനി. എനിക്ക് ബ്ലഡ് കുറവുണ്ട്, അപ്പോൾ ബ്ലഡ് വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കാരക്ക കഴിക്കൽ ഞാൻ സ്ഥിരമാക്കി. ഇപ്പോൾ രാവിലെ എന്നിട്ട് കാരക്ക കിട്ടിയിട്ടില്ലെങ്കിൽ എന്തോ ഒരു കുറവ് പോലെ തോന്നുക. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ച് അത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ എല്ലാവർക്കും കോഫി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അമ്മിമോന് ഇത് ഫൂലും തമ്മീസും വാങ്ങാൻ പോയിന്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഇന്ന് ഫൂലും തമ്മീസും കഴിക്കാമെന്ന് വിചാരിച്ച്. ഈ ചായ ഉണ്ടാക്കണ പാത്രം കണ്ടിട്ട് ഇതിൻ്റെ കളർ എന്താ അങ്ങനെയെന്ന് വിചാരിക്കണ്ട കേട്ടോ. ഇത് ഞാൻ വരാൻ തുടങ്ങിയ കാലം മുതലേ ഈ ഒരു പാത്രം കാണുന്നുണ്ട്. ഇതുവരെ അത് ഒഴിവാക്കിയിട്ടില്ല. ഇത് ഉപയോഗിച്ച് അത്രയ്ക്ക് അതിൻ്റെ അങ്ങെത്തീന്. ഇനിയിപ്പോൾ എന്തായാലും ഒരു ചായ ഉണ്ടാക്കണത് വാങ്ങണം. എൻ്റെ ഇപ്പോൾ ചായ ഉണ്ടാക്കണ പാത്രം ഈ ഒരൊറ്റ ഒന്ന് തന്നെ ഉള്ളൂ. അതുകൊണ്ട് എപ്പോഴും ഞാൻ ഇതിൽ തന്നെ ഉണ്ടാക്കൽ. അപ്പോൾ ഇനി പുതിയൊരു പാത്രമൊക്കെ വാങ്ങണം. വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോൾ എനിക്കൊരു ബോറായി തോന്നുന്നുണ്ട് ഇപ്പോൾ. ഇവിടെ അടുത്ത് തന്നെ ഫൂലും തമ്മീസിൻ്റെയും കട ഉണ്ട് കേട്ടോ. അവിടേക്കാണ് അമ്മീമോ ഫൂലും തമ്മീസും വാങ്ങാൻ വേണ്ടി പോയത്. അപ്പോൾ ഓനതൊക്കെ വാങ്ങി വന്ന് ഇതാ നമ്മളെ കോഫിയും ഇവിടെ റെഡി ആയിന്. അപ്പം ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇതാണ് ഫൂലും തമ്മീസും. ഇത് ഇങ്ങനെ കാണുന്ന ലുക്കൊന്നുമല്ല കേട്ടോ, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചിലർക്ക് ഇഷ്ടപ്പെടില്ല. എനിക്ക് എന്തായാലും എനിക്കും മക്കൾക്കൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഒരു റൊട്ടി ഉണ്ടാവും. പിന്നെ ഈ ഒരു മമ്പയറിൻ്റെ സംഭവം ഉണ്ടല്ലോ, ഒരു മമ്പയറിൻ്റെ മരത്തൊരു മമ്പയർ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഗ്രേവി ഉണ്ടാക്കുന്നത്. അത് എന്താ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്നുള്ളതൊന്നും എനിക്ക് അറിയില്ല. പക്ഷേ ഈ ഒരു റൊട്ടിയും അതും കൂട്ടി തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് ഇങ്ങനെ ഒലിവ് ഓയിൽ ആഡ് ചെയ്യും കേട്ടോ. എന്നിട്ട് ആ റൊട്ടിയിൽ നിന്ന് തന്നെ ഒരു കഷ്ണം എടുത്തിട്ട് നമ്മൾ സാധാരണ ഇങ്ങനെയായിട്ട് ചെയ്യലേ, അതാണ് ഞാൻ പറയുന്നത്. ഞാൻ സ്പൂൺ എടുത്ത് വന്നു കേട്ടോ, വീഡിയോയിലില്ലേന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇക്കാക്ക് പറഞ്ഞ് വേണ്ട, നമുക്ക് സാധാ ചെയ്യണ മാതിരി ഇങ്ങനെ തന്നെ മിക്സ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു കഷ്ണം കൊണ്ട് തന്നെ മൊത്തത്തിൽ അതങ്ങനെ മിക്സ് ചെയ്യും. എന്നിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു പ്ലേറ്റിൽ തന്നെ എല്ലാവരും കൂടെ ഒരു പ്ലേറ്റിൽ നിന്ന് തന്നെ അങ്ങനെ കുത്തി തിന്നുകയാണ് ചെയ്യൽ. എനിക്കെന്താ അറിയില്ല, എനിക്കിതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ തിന്ന് കഴിഞ്ഞ് ഇനിയാണ് ഫ്രൈഡേത്തെ പ്രധാനപ്പെട്ട പരിപാടി, ബിരിയാണി ഉണ്ടാക്കൽ. എല്ലാ വെള്ളിയാഴ്ചയും ബിരിയാണി അല്ലെങ്കിൽ മദ്ഹൂത്ത് അല്ലെങ്കിൽ മന്തി അങ്ങനത്തെ എന്തെങ്കിലും ടൈപ്പ് റൈസാണ് കേട്ടോ വെക്കുക. അതേപോലെ തന്നെ വെള്ളിയാഴ്ച കുക്ക് ചെയ്യുന്ന ആൾ ഇക്കാക്കാണ്. ഇക്കാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പം വെള്ളിയാഴ്ച ആണല്ലോ ലീവുള്ള ദിവസം. അപ്പോൾ സാധാരണ വെള്ളിയാഴ്ച ഫുഡ് ഉണ്ടാക്കൽ ഇക്കാക്കാണ്. അപ്പോൾ ഈ ബിരിയാണി ഇന്നുണ്ടാക്കുന്ന ബിരിയാണി ഇക്കാക്കൻ്റെ ബിരിയാണിയാണ്.
നമ്മൾ നമ്മൾ കോഴിക്കോടൻ ബിരിയാണി ആ ഒരു സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇക്കാക്കിൻ്റേതായിട്ടുള്ള കുറച്ച് മാറ്റങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ബിരിയാണി ഇക്കാക്കിൻ്റെ ബിരിയാണി രണ്ടും രണ്ട് ടൈപ്പാണ്. ടേസ്റ്റിലും രണ്ട് ടേസ്റ്റാണ്. അപ്പോൾ ഇക്കാക്കിൻ്റെ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമാണ്. കഴിച്ച ആൾക്കാരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഫ്രണ്ട്സും ഫാമിലിയും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇക്കാക്കിൻ്റെ ബിരിയാണി. പരിപാടിയൊക്കെ ഉണ്ടാവുമ്പോൾ ഇക്കാക്ക് ഉണ്ടാക്കലുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടം. ഇക്കാക്കിൻ്റെ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഓരോരുത്തർ ചോദിക്കലുണ്ട് ബിരിയാണി ഉണ്ടാക്കി തരുമോ എന്നൊക്കെ. അപ്പോൾ ഇക്കാക്കിൻ്റെ ബിരിയാണീൻ്റെ റെസിപ്പി ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നെ അളവും കാര്യങ്ങളൊന്നും ചോദിക്കരുത്, നിങ്ങൾ ജസ്റ്റ് കണ്ടാൽ മതി. കാരണം ഇക്കാക്ക് ഉണ്ടാക്കണോണ്ട് തന്നെ എല്ലാം അങ്ങനെ ഒരു കണക്കില്ലാതെ അങ്ങനെ ഇങ്ങോട്ട് നമുക്കൊരു മനക്കണക്ക് ഉണ്ടാവുമല്ലോ, ആ ഒരു ഇതിൽ അങ്ങനെ ഉണ്ടാക്കണതാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാക്കണത് എന്ന്. അപ്പോൾ ഇക്കാക്ക് അവിടെ ഉള്ളിയും തക്കാളി സംഭവങ്ങളൊക്കെ അരിഞ്ഞ് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ആ റെഡിയാക്കുന്ന ഗ്യാപ്പിൽ ഞാൻ വിചാരിച്ച് ആ നേരം കൊണ്ട് നല്ല ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ച്, അടിച്ചു വാരലും അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച്. ഞാൻ എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്നെ വിളിക്കണേ, എനിക്ക് വീഡിയോ എടുക്കണം എന്നും പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. ലിവിങ് അടിച്ചു കയറി കഴിഞ്ഞാൽ ഗ്യാപ്പിലൊന്നും ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇക്കാക്ക് ഇവിടെ ചിക്കനൊക്കെ കഴുകുന്നുണ്ട്. അപ്പോൾ ഇക്കാക്ക് ഇവിടെ ചിക്കൻ കഴുകട്ടെ. അപ്പോൾ ആ നേരം നമുക്ക് ബാക്കിയുള്ള പണികൾ ചെയ്യാം. ബാക്കിയുള്ള സ്ഥലം അടിച്ചു വാരാം, പിന്നെ തിരുമ്പിയത് ചിക്കാണ്ട് അതൊക്കെ ചെയ്യാം. തിരുമ്പാനും ചിക്കാനും ഒന്നും എനിക്ക് പ്രത്യേക ഒരു ടൈമൊന്നുമില്ല കേട്ടോ. ഞാൻ വാഷ് മെഷീൻ കാലിയായാൽ അതിലേക്ക് തിരുമ്പാനിടും. എന്നിട്ട് അതിലുള്ളത് എടുത്തിട്ട് കൊണ്ടുപോയിട്ട് ചിക്കും. അങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യുക. എന്നിട്ട് അയൽമേലുള്ളത് ഉണങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ഇതിൽ ഉണങ്ങിയത് അവിടെ കൊണ്ടുപോയി ചിക്കും, പിന്നെ അടുത്തത് തിരുമ്പാനിടും. അങ്ങനെയാണ് ഞാൻ ചെയ്യൽ. അങ്ങനെ പ്രത്യേകം ഒരു ദിവസം ഈ ഒരു ടൈമാണ് തിരുമ്പൽ, അങ്ങനെ ഒരു പ്രത്യേക ടൈമൊന്നും എനിക്കില്ല. അപ്പോൾ ഇതാ ഞാൻ ആ വാഷ് മെഷീനിൽ നിന്ന് എടുത്ത സംഭവങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ചിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഉണങ്ങി കിട്ടാൻ വലിയ പണിയൊന്നുമില്ല കേട്ടോ. നല്ല ചൂടായതുകൊണ്ട് തന്നെ നമ്മൾ ചിക്കിങ്ങാണ്ട് ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേനും തന്നെ ഇത് ഉണങ്ങി കിട്ടും. ഇന്നത്തെ ദിവസം എനിക്ക് നല്ല കാം ആൻഡ് കൂളായിട്ടാണ് തോന്നുക. കാരണം എനിക്ക് വലിയ തിരക്കുകളൊന്നുമില്ല. കാരണം ഫുഡ് ഉണ്ടാക്കുന്ന പണികളൊക്കെ ഇക്കാക്ക് ഏറ്റെടുക്കണോണ്ട് തന്നെ ബാക്കിയുള്ള ഈ ക്ലീനിങ്ങും കാര്യങ്ങളും മാത്രം എനിക്ക് നോക്കിയാൽ മതി. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചത് ഇന്ന് എടുക്കുക ഡേ ഇൻ മൈ ലൈഫ്. അതാവുമ്പോൾ എനിക്ക് നല്ല ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. മറ്റേത് എല്ലാ പണി ഇക്കാക്ക് അല്ലെങ്കിൽ രാവിലെ പോയാൽ രാത്രിയാണ് വരിക. അപ്പോൾ പിന്നെ എല്ലാ പണിയും മക്കളെ നോക്കലും എല്ലാം കൂടെ ആവുമ്പോൾ എനിക്ക് ശരിയാവില്ല. ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാവും. പിന്നെ അമ്മിമോനും ആദ്യം മക്കളൊക്കെ പണിയൊക്കെ ചെയ്തരലില്ല എന്നല്ല, എന്നാലും അമ്മിമോൻ അടിച്ച് വാരി തരലും തുടക്കലൊക്കെ ഉണ്ട്. എന്നാലും ഞാനും ചെയ്യലുണ്ട് കേട്ടോ. ഓര് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്താലും നമ്മൾ ചെയ്യണ പെർഫെക്ഷൻ ആവല്ലേ, ഒരു കുട്ടികളല്ലേ. അപ്പം അങ്ങനെ ഞാനത് ചിക്കി കൊണ്ട് നിൽക്കുമ്പോൾ അടുക്കളയിൽ നിന്ന് എനിക്ക് വിളി വന്നിട്ടോ, ഉള്ളി പൊരിക്കാൻ പോവാണ്, വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ വേഗം പോരെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനത് അവിടെ നിർത്തി വെച്ച് കണ്ട് ഇത് വീഡിയോ എടുക്കാൻ വന്ന്. ഇതിപ്പോൾ ബിരിയാണിക്ക് പൊരിക്കാനുള്ള ഉള്ളി പൊരിക്കുകയാണ് കേട്ടോ. ബിരിയാണിയിലേക്ക് ഉള്ളി പൊരിച്ചിടുമല്ലോ, അപ്പോൾ അതിനു വേണ്ടി പൊരിക്കാൻ വേണ്ടി ഇടുകയാണ്. അപ്പോൾ ഇതൊന്ന് ബ്രൗൺ കളർ ആവണത് വരെ ഒന്ന് ഇങ്ങനെ പൊരിച്ചെടുക്കണം കേട്ടോ. ഇനി അതവിടെ പൊരിഞ്ഞോട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് ബാക്കി വെച്ച പണി കംപ്ലീറ്റ് ചെയ്യാം. തിരുമ്പിയതൊക്കെ ചിക്കി കഴിഞ്ഞ് ഞാൻ പിന്നെ ഇവലെ കളിക്കുന്ന സാധനങ്ങൾ, ഇലുവിൻ്റെ കളിക്കുന്ന സാധനങ്ങൾ അവിടെയും ഇവിടെയൊക്കെ പരന്നെടുക്കുന്നുണ്ട്. അതൊക്കെ എടുത്ത് കണ്ട് ഈ കൊട്ടയിൽ കൊണ്ടുപോയിട്ട് പോണ പോക്കിലൊന്ന് അടുക്കളയിൽ കയറി നോക്കിയിട്ടോ. ഇവിടെ ഇതാ ഉള്ളി ഏകദേശം ബ്രൗൺ കളറായിന്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഒന്ന് അത്യാവശ്യം നല്ല ബ്രൗൺ കളർ ആവണം കേട്ടോ. ഈ ഉള്ളി പൊരിച്ചതാണ് ബിരിയാണീൻ്റെ ടേസ്റ്റ് തന്നെ. ഇതിൻ്റെ ആ ഒരു ഫ്ലേവറും പാടിയും വരുമ്പോഴാണ് കറക്റ്റ് കോഴിക്കോടൻ പെർഫെക്റ്റ് ബിരിയാണി ആവണത്. അപ്പോൾ ഇതാ അതൊക്കെ കോരിക്കഴിഞ്ഞ് അതേ എണ്ണയിൽ തന്നെ ഇനി കാഷ്യൂ ഇടാം. എന്നിട്ട് അതൊന്ന് ഒരു ബ്രൗൺ കളർ ആവണ വരെ വെച്ചിട്ട് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് മുന്തിരി ഇടാം. മുന്തിരി ഇടുമ്പോൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് വേണം ഇടാൻ, കാരണം അത് പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പൊരിച്ച് കോരി ഉണ്ടല്ലോ, അതിൽ തന്നെ വെച്ചിട്ട് അതങ്ങനെ ഇറക്കി കുറച്ച് നേരം വെച്ചതിൻ്റെ ശേഷം
എടുക്കാവും നന്നാവുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ എണ്ണയിലേക്ക് ഇട്ടിട്ട് അതൊക്കെ ഇങ്ങനെ കോരി എടുക്കുമ്പോഴത്തേനും ബാക്കിയുള്ളതൊക്കെ കരിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇതിൽ കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇറക്കി വെച്ചാൽ മതി. അപ്പോൾ അതൊക്കെ അങ്ങനെ പൊരിഞ്ഞിട്ട് അതിൽ നിന്ന് തന്നെ പൊരിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് കോരിയെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നല്ലോണം കരിഞ്ഞു പോകും. പിന്നെ അത് കോരിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വീണ്ടും ക്ലീനിങ്ങിലേക്ക് വന്നു. ഇവിടെ പോയി ടേബിളും ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി. ഇന്നലെ രാത്രി ഓളെ ടിക്കൊക്കെ നോക്കിക്കാണ്ട് അതൊക്കെ എടുത്ത് മേലേക്ക് വെച്ചിന്. അപ്പോൾ ഈ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ ഇത് കണ്ടോ, ഇത് ഇലൂനും വേണ്ടി സ്റ്റിക്ക് ചെയ്ത് കൊടുത്തതാട്ടോ. ഓക്ക് മേലേക്ക് ഹാങ്കർ എത്തൂലല്ലോ വന്നിട്ട് അയച്ചിടാൻ വേണ്ടിയിട്ട്. അതുപോലെ ഓളെ ഡ്രസ്സുകൾ അയച്ച് കണ്ട് പല സ്ഥലത്തും ഇങ്ങനെ പരത്തിയിടുക ചെയ്യൽ. അപ്പോൾ ആ സ്വഭാവം ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു സംഭവം വാങ്ങിക്കാണ്ട് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തതാണ് ഓളെ ഹൈറ്റിനനുസരിച്ചിട്ട്. അപ്പോൾ ഓക്ക് ഒരു ഇൻട്രസ്റ്റും ഉണ്ട് വന്നുങ്ങാണ്ട് അവിടെ അങ്ങനെ ഇടാൻ. ഇവിടെ ഓരോന്ന് അരിയലും പിടിക്കലൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇക്കാക്കൻ്റെ ഫോണിൽ പാട്ട് ഇങ്ങനെ ഇട്ടാണ്. ഇക്കാക്ക കുക്കിംഗ് ചെയ്യുമ്പോൾ ഇക്കാക്ക ഇങ്ങനെ പാട്ട് കേട്ട് കണ്ടാണ് കുക്ക് ചെയ്യുക. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്നിങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഉള്ളി അരിഞ്ഞ് വെച്ചിന്, പിന്നെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അരിഞ്ഞിന്. ഇനി ഈ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഈ ഐറ്റംസൊക്കെ മിക്സീൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. ക്രഷ് ചെയ്തെടുക്കുക എന്ന് പറയുമ്പം നല്ലോണം അരഞ്ഞു പോവണ്ട, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താൽ മതി. പിന്നെ ചിക്കനൊക്കെ കഴുകിയിട്ട് വെള്ളം വരാൻ വേണ്ടി വെച്ചതാണ്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. ഉള്ളി, തക്കാളി, ചെറുനാരങ്ങൻ്റെ നീര്, പിന്നെ മല്ലിച്ചപ്പ്, പുതിനയില, കരിവേപ്പ്, ഉപ്പ്, കുറച്ച് വിനിഗർ, തൈര്, പിന്നെ ബിരിയാണി മസാല. ഇത്രയും ഐറ്റംസാണ്
നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയത് കേട്ടോ. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം. ഫസ്റ്റ് കുറച്ച് ഉള്ളി ഇടുക. ഒരു ബിരിയാണി പോട്ട് എടുത്തിട്ട് അതിലേക്ക് ഉള്ളി ഇടുക. അത് എന്നിട്ട് ഒന്നിങ്ങനെ ഉള്ളി ഇങ്ങനെ വിടർത്തി കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് തക്കാളി ഇടുക, പിന്നെ ചിക്കൻ ഇടുക. ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയല്ല കേട്ടോ ചെയ്യൽ. എല്ലാ സംഭവങ്ങളും ഇട്ട് കുഴച്ചതിൻ്റെ ശേഷം ലാസ്റ്റാണ് ചിക്കൻ ഇട്ടിട്ട് ഒന്നും പാടിയും കുഴക്കുകയാണ് ചെയ്യൽ. പക്ഷെ ഇക്കാക്ക് ഇങ്ങനെയാണ് ഉണ്ടാക്കൽ. ഉള്ളി, തക്കാളി, ചിക്കനും ഇടുക. പിന്നെ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഉണ്ടല്ലോ, പേസ്റ്റല്ല ചതച്ച് വെച്ചത്, അത് ഇതിലേക്ക് ഇടുക. പിന്നെ കുറച്ച് വിനിഗർ, അത് ആ മിക്സിൻ്റെ ഇതിലൊന്ന് ഒഴിച്ച് കണ്ട് കേക്ക് പോലെ ഒഴിച്ചതാട്ടോ. അതാണ് ആ മിക്സിൻ്റെ ജാറെന്ന് വെച്ചത് കണ്ടത്. പിന്നെ തൈര് ചേർക്കുക. ഇതിനൊന്നും ഒരളവ് ഞാൻ പറയുന്നില്ല കേട്ടോ. കാരണം ഇക്കാക്ക ഞാൻ പറഞ്ഞില്ലേ അളവില്ലാതെ ഇക്കാക്കൊക്കെ ഒരു മനക്കണക്കുണ്ട്. അതിനനുസരിച്ചിട്ടാണ് ഇതൊക്കെ ഇടുന്നത്. പിന്നെ തൈര് ഇടുക. അത് കഴിഞ്ഞതിന് ശേഷം ചെറുനാരങ്ങ നീര് ഒഴിക്കുക. ഇതൊരു 1.5 ചെറുനാരങ്ങൻ്റെ നീരുണ്ടാവും കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ ബിരിയാണി മസാല ഇടുക. ബിരിയാണി മസാല എന്ന് പറയുമ്പോൾ ഗരം മസാല അല്ലേ, അത് തന്നെയാണ് കേട്ടോ, അതിടുക. പിന്നെ നമ്മൾ നേരത്തെ ഉള്ളി പൊരിച്ച ഓയിലുണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് ഒഴിക്കുക കേട്ടോ ഇതിലേക്ക്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് കുഴയ്ക്കുക. നല്ലോണം കുഴച്ചിട്ട് ആ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന പോലെ കുറച്ച് നേരം നല്ലോണം കുഴയ്ക്കുക. പിന്നെ ഇടയിൽ നിന്ന് ആ തക്കാളിയും ഇതൊക്കെ എടുത്തിട്ടൊന്ന് ഉടച്ച് കണ്ട് നല്ലോണം ഒന്ന് കുഴയ്ക്കുക. ഇനി 2 മൂടി സുർക്കം കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. പുളി കുറവായി തോന്നിയതുകൊണ്ട് ഒഴിച്ചതാണ്. എന്നിട്ട് അതിലേക്ക് മല്ലിയില ഇടുക. പിന്നെ മല്ലിയില, പുതിനയില അതൊക്കെ ഇടുക. പിന്നെ ആ പൊരിച്ച് വെച്ച ഉള്ളിയിൽ നിന്ന് കുറച്ചിടുക. മുഴുവനും ഇടണ്ട, കുറച്ചിട്ടാൽ മതി. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഒരു ഉള്ളിൻ്റെ ഫ്ലേവറാണ് ഇതിൻ്റെ. ഫുള്ള് കുഴച്ചതിന് ശേഷം എന്തിനാ ഇടുകയെന്ന് വെച്ചാൽ അത് ആദ്യമേ കുഴയ്ക്കുമ്പോൾ ഈ മല്ലിച്ചപ്പിൻ്റെ ഒക്കെ ഈ ഒരു ഫ്രഷ്നെസ് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് മല്ലിച്ചപ്പ് ഇട്ട് കഴിഞ്ഞാൽ അല്ലാണ്ട് കുഴയ്ക്കാത്തതല്ല. ഇതൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമ്മൾ ചോറ് റെഡിയാക്കുക. ഈ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഇക്കാക്ക് എനിക്ക് പറഞ്ഞു തന്നതാട്ടോ. കാരണം ഇത് എൻ്റെ ബിരിയാണി അല്ലല്ലോ, ഇക്കാക്ക് ഉണ്ടാക്കണതല്ലേ. അപ്പം അത് ഇക്കാക്ക് എനിക്ക് പറഞ്ഞു തന്നതാട്ടോ, ഇങ്ങനെ പറഞ്ഞോണ്ടേന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതവിടെ 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് റൈസ് റെഡിയാക്കാം. ഇതും ഇക്കാക്കൊരു കണക്കില്ല കേട്ടോ. ഇക്കാക്ക് എത്ര എടുക്കണത് നിങ്ങൾ കണ്ടോളി. ഇക്കാക്ക് കുറേ പ്രാവശ്യം ഉണ്ടാക്കി നല്ല പരിചയമാണ്. അപ്പോൾ അങ്ങനെ അളവും കാര്യങ്ങളൊന്നും നോക്കാതെ അങ്ങനെ അങ്ങോട്ട് ഇടുക ചെയ്യാം. ഞാൻ നേരത്തെ രാവിലെ നമ്മൾ ചായ ഉണ്ടാക്കിയ പാത്രം ഉണ്ടല്ലോ, അതാണ് ഇക്കാക്കൻ്റെ അളവ്. ആ പാത്രത്തിന് ഞാൻ കാണിച്ചു തരാം. ഇതാ, ഈ പാത്രത്തിന് ഇത്രയാണ് അരി എടുക്കുക. അപ്പോൾ എത്ര വെള്ളം വെക്കാന്ന് വെച്ചാൽ ഈ ഒരു പാത്രത്തിൻ്റെ ഈ അരി നിൽക്കുന്നുണ്ടല്ലോ, ആ അരിൻ്റെ അതേ കണക്കിന് വെള്ളവും പിന്നെ ഒരു 1/4 ഭാഗവും. ഈ പാത്രത്തിൻ്റെ ഈ അരി എടുത്ത കണക്ക് വെള്ളം പിന്നെ ഒരു 1/4 ഭാഗം, ആ പാത്രത്തിൻ്റെ തന്നെ ഒരു 1/4 ഭാഗം പാടിയും വെള്ളം ചേർക്കും. അങ്ങനെയാണ് ചെയ്യൽ. ഗീ റൈസ് വെച്ചിട്ട് ബിരിയാണി ആക്കുകയാണ് കേട്ടോ ഇക്കാക്ക് ചെയ്യൽ. അപ്പം കൈമ റൈസ് ആയതുകൊണ്ട് തന്നെ അരി എടുക്കണതിൻ്റെ ഡബിൾ എടുക്കണം എന്ന് പറയും. പക്ഷേ അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. കൈമ റൈസ് ആയതുകൊണ്ട് എത്രയാണോ നമ്മൾ അരി എടുക്കുന്നത് അതേ അളവിന് തന്നെ വെള്ളം എടുക്കുക. പിന്നെ നമ്മൾ ആ എടുത്ത പാത്രത്തിൻ്റെ 1/4 ഭാഗം അത്ര എക്സ്ട്രാ എടുത്താൽ മതി. ഇനി ഇതിലേക്ക്
ഒരു നുള്ള് ഇത് പുതിനൻ്റെ ഇല കേട്ടോ, 1-2 ഇല ഇടുക. പിന്നെ നമ്മൾ നേരത്തെ പിഴിഞ്ഞ നാരങ്ങൻ്റെ തോടുണ്ടല്ലോ, ഇത് ചെറിയ നാരങ്ങ കേട്ടോ, അതുകൊണ്ട് 2 എടുത്തത്. 2 നാരങ്ങൻ്റെ നീരാണ് നേരത്തെ എടുത്തത് എന്നിട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ചെറിയ നാരങ്ങ ആയതുകൊണ്ട് 2 എടുത്ത്. അല്ലാന്നുണ്ടെങ്കിൽ 1 കിലോന് 1 നാരങ്ങ വെച്ചിട്ടാണ് ഞാൻ എടുക്കൽ. അപ്പോൾ അങ്ങനെ ആ നാരങ്ങൻ്റെ തോട് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തണ്. അതെന്തിനാ വെച്ചാൽ നമ്മളെ ചോറ് ഇങ്ങനെ ഒട്ടി നിൽക്കാതെ വിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ പട്ട, പൂവ്, ഏലക്കായ, പിന്നെ കുറച്ച് ഇത്തിരി ഉള്ളി, തോനെ വേണ്ട, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇടുക. പിന്നെ ഇതിലേക്കും നേരത്തെ പൊരിച്ച ഉള്ളിൻ്റെ ഓയിലുണ്ടല്ലോ, അതിൽ നിന്ന് വീണ്ടും കുറച്ച് ഓയിൽ ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ടത് തിളയ്ക്കുന്ന വരെ മൂടി വെക്കാം. ആ നേരം കൊണ്ട് നമുക്ക് ആ അരി കേകിയിട്ട് അതൊന്ന് ഒരു 5 മിനിറ്റ് കുതിരാൻ വെക്കും കേട്ടോ. അതവിടെ കുതിരാൻ വെച്ച നേരം കൊണ്ട് നമുക്ക് തൈര് ഉണ്ടാക്കാം. അപ്പോൾ തൈര് ഉണ്ടാക്കാൻ കുറച്ച് ഉള്ളി, ഇതൊക്കെ എല്ലാവർക്കും അറിയണതല്ലേ, കുറച്ച് ഉള്ളി, അതേപോലെ തക്കാളി, പച്ചമുളക്, ഇതൊക്കെ ഇടുക. അതിലേക്ക് തൈര് ഇടുക, ആവശ്യത്തിന് ഉപ്പിടുക, മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് പൂട്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് ആ കേക്ക് വെച്ച് റൈസ് ഇടാം. ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് മൂടി വെക്കാം. ഇനി ചോറ് അവിടെ ആവണ നേരം കൊണ്ട് നമുക്ക് തുടയ്ക്കാം. നേരത്തെ അടിച്ച് വാരി ക്ലീനൊക്കെ ചെയ്ത് പോയിട്ടല്ലേ ഉള്ളൂ, അതിൻ്റെ ഇടയിലല്ലേ നമ്മൾ വീണ്ടും കിച്ചണിലേക്ക് പോയത്. അപ്പോൾ അതാവണ നേരം കൊണ്ട് ബാക്കിയുള്ള തുടയ്ക്കൽ തീർക്കാം. അപ്പോൾ ഇതാ കുറച്ച് സ്ഥലങ്ങൾ തുടച്ചപ്പോഴത്തേനും അടുക്കളയിൽ നിന്ന് വീണ്ടും വിളി വന്ന് ഞാൻ തുറക്കാൻ പോവാ, വീഡിയോ എടുത്തോന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലാവുമ്പോൾ ഒന്ന് തുറന്നിട്ട് ഇളക്കുക. വെള്ളം കണ്ടില്ലേ, ഒരു ബബിള് വരുന്ന പോലെ. മൊത്തമായിട്ട് വെള്ളം വറ്റിയിട്ടില്ല, എന്നാലാണെങ്കിൽ വെള്ളമില്ല, ഒരു ബബിള് വരുന്നുണ്ടല്ലോ. ആ ടൈമിന് ഇളക്കിയതിൻ്റെ ശേഷം മൂടി വെക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കുക. അത് ആ ദമ്മിൽ കിടന്നുകൊണ്ട് വെന്തോളും. അപ്പം പിന്നെ ബാക്കി വെച്ച സ്ഥലങ്ങൾ നമുക്ക് തുടച്ചെടുക്കാം കേട്ടോ. ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇപ്പോൾ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇഗ്നോർ ചെയ്താളേ കേട്ടോ. അത് AC-ൻ്റെ സൗണ്ടാണ്. നമുക്ക് ഈ AC-ൻ്റെ സൗണ്ട് ഇവിടെ പരിചയമായത്. ആ സൗണ്ട് തോന്നുന്നില്ല സൗണ്ട് ഉണ്ടെന്ന്, കാരണം സ്ഥിരം കേട്ട് തോന്നൂല. അപ്പോൾ ഇത്രയും നേരം ഞാൻ വോയിസ് ഓവർ കൊടുത്തത് AC ഓഫാക്കിയിട്ടിട്ടേനെ, സൗണ്ടൊന്നും വരണ്ട, ക്ലിയർ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ എനിക്കിവിടെ ചൂടെടുത്തിട്ട് നിൽക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ AC ഇട്ട്. അപ്പോൾ ആ സൗണ്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചോറ് കുറച്ച് നേരം ദമ്മിൽ കിടന്ന് നല്ല സെറ്റായിട്ട് വന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ദമ്മിടാം. അഥവാ ഈ കായത്തിൻ്റെ ഇപ്പം നമ്മൾ റെഡിയാക്കി വെച്ച കായ ഉണ്ടല്ലോ ബിരിയാണീൻ്റെ, അതിൻ്റെ മേലേക്ക് ഈ റൈസ് ഇട്ടിട്ട് ഫ്ലെയിം ഓണാക്കി കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ ഈ ചോറിടാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ചോറിന് എത്രത്തോളം ലെയർ കൂടണോ അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും. നേരത്തെ നമ്മൾ പൊരിച്ച ഉള്ളി ഉണ്ടല്ലോ, അത് ഫസ്റ്റ് ഒരു ലെയർ ചോറിട്ടതിൻ്റെ ശേഷം കുറച്ച് ആ ഉള്ളിയും പൊരിച്ച ഉള്ളി, പിന്നെ അണ്ടി മുന്തിരി ആ ഐറ്റംസ് ഇട്ട് കൊടുക്കുക അതിൻ്റെ മേലേക്ക്. എന്നിട്ടൊരു ലെയർ ചോറ് വീണ്ടും ഇടുക, വീണ്ടും അത് ഇട്ട് കൊടുക്കുക. അങ്ങനെ എത്രത്തോളം ലെയർ കൂടണോ അത്രത്തോളം ചോറിന് ടേസ്റ്റ് കൂടും കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ, അതിനോണ്ട് അത്രത്തോളം ചോറില്ലല്ലോ. അപ്പം നമുക്ക് ആകെ 2 ലെയറേ നമ്മൾ ഇടണുള്ളൂ കേട്ടോ.
ഇതുപോലെ മേൽഭാഗം ഒന്ന് ലെവലാക്കി കൊടുത്തിട്ട് ഏറ്റവും ലാസ്റ്റ് ഉള്ളി, അണ്ടി, മുന്തിരി ഈ ഐറ്റംസ് ഇടുക. പിന്നെ കുറച്ച് മല്ലിയിലും പുതിനയിലും പാടി മിക്സ് ചെയ്തിട്ട്, അധികം വേണ്ട, കുറച്ച് മതി, അതും പാടി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഒരു നുള്ള്, 1-2 നുള്ള് ബിരിയാണി മസാല അല്ലേ, അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതും അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അതിടുന്നത്. എന്നിട്ട് നമുക്ക് ഇത് പൂട്ടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ ഇനി എനിക്ക് കുറേ ടൈമുണ്ട്. ഇനി കിച്ചണിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓടിപ്പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ എൻ്റെ ബാക്കിയുള്ള തുടക്കലും എല്ലാം കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പോൾ ഇക്കാക്ക കുളിച്ച് മാറ്റി കുളിക്കാൻ പോയിന് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ പള്ളിയിൽ പോയി വന്ന് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ദമ്മ് പൊട്ടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതുവരെ ടൈം ഉണ്ടെങ്കിൽ ഇനി എല്ലാ പണികളും ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിലും ഇതുവരെ നീച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഓളെ ഉണർത്താനുള്ളൊരു ഇതിലാണ്. ഇന്ന് എന്താ അറിയില്ല ഇത്രയും നേരം ഉറങ്ങിയത്. സാധാരണ ഇപ്പോൾ സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട് ഓൾ ലേറ്റ് ആയിട്ട് തന്നെയാണ് നീക്കൽ. പക്ഷേ ഇന്നിപ്പോൾ നല്ല ലേറ്റായി, എന്താ അറിയില്ല. ഗുഡ് ഗേൾ. ഇതിപ്പം പുതിയത് പഠിച്ചതാട്ടോള് വേക്കപ്പ് ടൈമിനുള്ള ദുആ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം എന്ന് നീക്കുമ്പോൾ ഇത് ചെല്ലും. അതുപോലെ തന്നെ രാത്രി കിടക്കുമ്പോഴും. വാ പോവാ പല്ലേക്കാം. പല്ലേച്ച് ചായയൊക്കെ കുടിക്കാം. ഇനിയിപ്പോൾ ഇതാ കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാണ്ട്. പിന്നെ ഇതുവരെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ. ഈ അടുപ്പ് ഞാൻ ഡെയിലി വൃത്തിയാക്കലുണ്ട് കേട്ടോ. അടുപ്പ് വൃത്തിയാക്കലാണ് ഏറ്റവും വലിയ പണി. അടുപ്പ് വൃത്തിയാക്കലും പാത്രം കഴുകലും. അപ്പോൾ ഈ അടുപ്പ് വൃത്തിയാക്കണ പണി കഴിഞ്ഞാൽ തന്നെ വലിയൊരു പണി കഴിഞ്ഞ പോലാണ് തോന്നുക. ഇത് വൃത്തിയായിട്ടില്ലെങ്കിൽ ഇനി എന്തോ കുറേ പണികൾ തീരാനുണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ പോലെയാണ്. പക്ഷേ ഇത് കഴിഞ്ഞാലാണെങ്കിൽ എല്ലാം വൃത്തിയാക്കിയിട്ട് കിച്ചണൊക്കെ വൃത്തിയാക്കി എല്ലാം ഓർഗനൈസ് ചെയ്ത് സെറ്റപ്പാക്കി ഇങ്ങനെ ഉണക്കി തുടച്ച് വെച്ചാൽ ഇങ്ങനെ നോക്കി നിൽക്കാൻ നല്ല രസമാണ്. പിന്നെ ആ കിച്ചണിൽ പണിയെടുക്കാനും നല്ലൊരു സുഖം തോന്നും. പണി നമുക്ക് അധികം ഉള്ള മാതിരി തോന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര പണി ഇങ്ങനെ എന്താ പറയുക, നമ്മൾ കുക്ക് ചെയ്യുമ്പോഴും ഇതൊക്കെ ഭയങ്കര പണിയുള്ള മാതിരി തോന്നല. പക്ഷേ നമ്മൾ നല്ല ക്ലീനായിട്ടുള്ള കിച്ചണിൽ പണിയെടുക്കുമ്പോൾ നല്ല രസത്തിൽ എൻജോയ് ചെയ്ത് പണിയെടുക്കാൻ കഴിയും.
അങ്ങനെ കിച്ചണിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് ഇനി ഞാൻ കുളിക്കാൻ പോവാണ്. ഇനി ഇക്കാക്ക് വരുമ്പോഴത്തേനും കുളിയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ നേരത്തെ ബിരിയാണി ദമ്മ് പൊട്ടിക്കുക. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇതാ നമ്മൾ ബിരിയാണി ദമ്മ് പൊട്ടിക്കുകയാണ്. അതൊന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് സെറ്റ് ആവട്ടെ, എന്നിട്ട് നമുക്ക് കഴിച്ചാൽ മതി കേട്ടോ. നമ്മൾ ദമ്മ് പൊട്ടിച്ചതിൻ്റെ ശേഷം അതൊന്ന് കുറച്ച് നേരം അങ്ങനെ കിടന്നിട്ട് ഒന്ന് സെറ്റാവണം. അങ്ങനെ ആകുമ്പോഴാണ് ഒന്നും പാടും ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് പപ്പടം പൊരിക്കുക. പിന്നെ ചെമ്മിൻ്റെ ബ്രോസ്റ്റ് ഉണ്ട്, ഫ്രോസൺ ആയിട്ടുള്ളത്, അങ്ങനെ വാങ്ങിയതാണ്. അപ്പോൾ അതും ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അത് പൊരിച്ച് കഴിഞ്ഞ് ഇനി നമ്മളെല്ലാവരും ഇതാ ചോറ് കഴിക്കാൻ പോവാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് ബിരിയാണി ഒന്ന് കാണിച്ചു തരാം. ഇത്രത്തോനൊന്നും ഞാൻ കഴിക്കൂല കേട്ടോ. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വെറുതെ ഇങ്ങനെ വിളമ്പിയതാണ്. ഇനിയിപ്പോൾ ഇതാ ഞാൻ നേരത്തെ രാവിലെ പറഞ്ഞില്ലേ 5 റിയാലിന്, അവിടെ ഏതെടുത്താലും 5 റിയാലേനെ പണ്ടൊക്കെ. പക്ഷേ ഇപ്പോൾ 5 റിയാലല്ലാത്ത സാധനങ്ങളും ഉണ്ട്, എന്നാലും കൂടുതലും 5 റിയാലിൻ്റെ സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ ആ സാധനങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. പക്ഷേ ഇത് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണില്ല. ഈ സാധനങ്ങൾ മാത്രമായിട്ട് ഞാൻ വേറൊരു വീഡിയോ ഇടാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതിപ്പോൾ തന്നെ കുറേ ലോങ് ആയിന്, നമുക്ക് ഇന്നത്തെ ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അങ്ങനെ ഇതാ ഇപ്പോൾ രാത്രിയായി, ഏകദേശം ഒരു 8 മണി ആ ഒരു ടൈം. ഇപ്പോൾ നമ്മൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇലുവിനൊരു ഡ്രസ്സ് നോക്കണം. അപ്പോൾ ഏതെങ്കിലും ഒരു മാളിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അതിൻ്റെ മുന്നേ നമ്മളൊരു പബ്സും ലൈം ജ്യൂസും കഴിച്ചിട്ടോ. പെട്ടെന്നൊരു പൂതി പബ്സും ലൈം ജ്യൂസും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അവിടെ പോയി അത് കഴിച്ച് ഇനി നമ്മൾ വിചാരിച്ചത് അറബ് മാളിലേക്ക് പോകാമെന്നാണ്. അങ്ങനെ ഇതാ അവിടെ എത്തി. നമ്മൾ നേരെ RNB ഒന്ന് കയറിയിട്ടോ. ഇവിടെ ഇപ്പോൾ സ്കൂള് വെക്കേഷനൊക്കെ കഴിഞ്ഞ് തുറക്കാനായതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ തന്നെ ഫുള്ള് സ്കൂളിലേക്കുള്ള ബാഗും അങ്ങനത്തെ ഐറ്റംസാണ്. പിന്നെ നമ്മളിങ്ങനെ ഇലുവിന് ഡ്രസ്സ് തരികയാണ്. അപ്പോൾ നേരെ ഫ്രണ്ടിൽ കണ്ടോ ഒരു വൈറ്റ്, അത് പെട്ടെന്ന് തന്നെ അത് കണ്ടപ്പോൾ തന്നെ അത് വേഗം ഇഷ്ടമായിട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനെ പെട്ടെന്ന് കണ്ടൊരു സംഭവം പെട്ടെന്ന് ഇഷ്ടമാവണത്. അങ്ങനെ അതെടുത്തിട്ടോ ഇലുവിന്. ഇനിയിപ്പോൾ എനിക്കൊരു ഷൂ നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പോവാണ്. അതേപോലെ ഒരു ഫോൺ കേസും വാങ്ങാനുണ്ട്, അപ്പോൾ അത് നോക്കാം. പിന്നെ നമ്മൾ വെറുതെ ഓരോ ഷോപ്പിൽ ഇങ്ങനെ കയറി ഇറങ്ങിയിട്ടോ.
ഇത് കണ്ടോ, അതിൻ്റെ ഇടയിൽ ഞാൻ വേറൊരു ഷോപ്പിൽ കയറിയപ്പോൾ ആ ഗ്യാപ്പിൽ ഇക്കാക്ക ഒരു പെർഫ്യൂമിൻ്റെ ഷോപ്പിൽ കയറിയിട്ട് അവിടുന്ന് പെർഫ്യൂം വാങ്ങിയിട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേനോ, പെർഫ്യൂം കണ്ടാൽ പിന്നെ ഇക്കാക്കക്ക് അത് ഭയങ്കര ഇഷ്ടമാണെന്ന്. അവിടെ ഒന്ന് എന്തായാലും കയറി വെക്കും. പിന്നെ ഇതപ്പോൾ ഞാനൊന്ന് ഫോൺ കേസ് നോക്കാൻ വേണ്ടി വന്നിട്ടോ. അപ്പോൾ ഓരവിടെ കുറേ എണ്ണം കാണിച്ചെന്ന്. അതിൽ എനിക്കാകെ കൺഫ്യൂഷനായി ഏതെടുക്കണം എന്നുള്ള. അങ്ങനെ ലാസ്റ്റ് ഞാനൊരു ബ്ലാക്ക് എടുത്ത്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഞാൻ എടുത്തത്. ഇത് രസമുണ്ടോ, എടുക്കണോ വേണ്ടേന്ന് പലവട്ടം ആലോചിച്ച് കണ്ട് എടുത്തതാട്ടോ ഇത്. അങ്ങനെ അവിടുത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങിയിട്ടോ. ഇനി നേരെ റൂമിലേക്ക് പോവാണ്. ഇപ്പോൾ വീട്ടിലെത്തി. ഞാൻ നിങ്ങൾക്ക് ഇക്കാക്ക വാങ്ങിയ പെർഫ്യൂംസ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇത് ഞാൻ സ്മെൽ ചെയ്ത് നോക്കിട്ടോ. എല്ലാം നല്ല സ്മെല്ലാണ്. സാധാരണ വാങ്ങിയാൽ ഏതെങ്കിലും ഒന്ന് എനിക്ക് പറ്റാതൊക്കെയുണ്ട്. പക്ഷേ ഇതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല സ്മെല്ലാണ് എല്ലാം. ഈ ചെറിയ ചെറിയ ബോട്ടിൽ കണ്ടോ, ഇത് അവിടുന്ന് ഒരു 2 എണ്ണം വാങ്ങിയപ്പോൾ ഇതൊന്ന് ഫ്രീ കൊടുത്തതാണ്. ഇതിൽ ഈ ചെറിയ നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. ഈ ചെറിയ ഇതിൽ പല പല ഫ്രാഗ്രൻസാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞ് കിടക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ.